ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വ്യൂഹമേ, വിദ്യാർത്ഥാക്കളെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പോക്കർ കടലുണ്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം വലിയൊരു മാധ്യമപ്രവർത്തകനും പോരാത്തതിന് എഴുത്തുകാരനും കൂടിയായിരുന്നു. അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിൽ കൂടിയാണ്. അദ്ദേഹം ലീഗിൻ്റെ വലിയ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം, എനിക്കൊരു ബുക്ക് എഴുതിയാൽ എന്താണ്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ധാരാളം ബുക്കുകൾ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ വിവർത്തന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഫസർ സയ്യിദ് ഇബ്രാഹിം തമിഴിൽ എഴുതിയ മുഹമ്മദ് എന്ന ഗ്രന്ഥമാണ്. പോരാത്തതിന് ജമാലുദ്ദീൻ റൂമി, അതുപോലെ അള്ളാഹുവിൻ്റെ വാൾ എന്ന് പറയുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇനി അലി റളിയല്ലാഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ, അലി റളിയല്ലാഹു അൻഹു ജനിച്ച സമയത്ത് മുലയൂട്ടിയ സ്ത്രീയായ ഒരു ഉമ്മ പറയുന്നുണ്ട്, ആ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് കണ്ണ് കാണുമായിരുന്നില്ല. മാത്രമല്ല, മറ്റു കുട്ടികളെ പോലെ കരയുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല. മുഖത്ത് പുഞ്ചിരി വിടർന്നിരുന്നു. അങ്ങനെ കുട്ടിക്ക് പേരിടാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ മാതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹു കുട്ടിക്ക് സയ്യിദ് എന്ന പേരിടാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, കുട്ടിക്ക് അസദ് എന്ന പേരിടാമെന്ന്. അങ്ങനെ അവിടെ ഒരു സംഘർഷമുണ്ടാവുകയും ഉടനെ ആ കുട്ടിയെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹു, അബൂ താലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ കുട്ടിയെ നബി തങ്ങൾ വാരിപ്പുണർന്ന് മടിയിലിരുത്തി. ഉടനെ ആ കുട്ടി കണ്ണു തുറന്നു. അപ്പോഴാണ് നബി തങ്ങളെയാണ് ആദ്യമായി ആ കുട്ടി കാണുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഈ കുട്ടിക്ക് സെയ്ദ് എന്നോ അസദ് എന്ന പേരിടേണ്ട, ആ കുട്ടിക്ക് അലി എന്ന പേരിടാമെന്ന്. അക്കാലത്ത് അത്രയും മാത്രം പ്രശസ്തി ആർജിക്കാത്ത ഒരു പേരായിരുന്നു അലി എന്നുള്ളത്. എന്നാൽ നബി തങ്ങളുടെ ആ പേരിടലിന് ശേഷം അലി എന്ന പേര് വളരെ പ്രശസ്തി ആർജിക്കുകയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങളാണ് നമ്മ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നബിതങ്ങൾക്ക് ശത്രുക്കൾ മൂർച്ച വന്നപ്പോൾ നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഹിജറ പോകണമെന്ന്. അപ്പോൾ നബിതങ്ങൾ വീടിൻ്റെ ചുറ്റും ശത്രുക്കൾ വളഞ്ഞപ്പോൾ നബിതങ്ങൾ അലിയെ ആ കട്ടിലിൽ കിടത്തുകയാണ്. കട്ടിലിൽ കിടത്തിക്കൊണ്ട് നബിതങ്ങൾ ഹിജറ പോവുകയാണ്. അങ്ങനെ ശത്രുക്കൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അവിടെ കിടക്കുന്നത് നബിയല്ലായിരുന്നു, പകരം അലി റളിയല്ലാഹു അൻഹുവാണ്. അത്രയും മാത്രം ബന്ധമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ നബി തങ്ങളും ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹു വധിച്ചത് മുൽജിം എന്ന് പറയുന്ന ഒരു ജൂതനാണ്. അലി റളിയല്ലാഹു അൻഹു ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ മുൽജിം എന്ന് പറയുന്ന വ്യക്തി പള്ളിയിൽ ഒളിച്ചിരിക്കുകയും അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തിയിറക്കുകയാണ്. അത്രമാത്രം വേദനാജനകമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. നബി തങ്ങൾ പറയുന്നത് കാണാം, ഞാൻ വിജ്ഞാനത്തിൻ്റെ നഗരമാണെങ്കിൽ അലി അതിൻ്റെ കവാടമാണ്. നബി തങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അലിയെ പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ഗുരുവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ പുസ്തകം വളരെ പ്രശസ്തി ആർജിച്ച പുസ്തകമാണ്. ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയാണ് സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതും അലി റളിയല്ലാഹു അൻഹുവാണ്. ഒരിക്കൽ നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ നബിതങ്ങൾ നിസ്കരിക്കാൻ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ഏകദൈവനായ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഖദീജ ബീവി പറഞ്ഞു, ആദ്യമായി നബി തങ്ങളെ സംസ്കരിച്ചത് സ്ത്രീകളിൽ ഖദീജ ബീവിയും കുട്ടികളിൽ അലി റളിയല്ലാഹു അൻഹുവുമാണ്. അത്രമാത്രം വലിയ ബന്ധമായിരുന്നു അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുണ്ടായിരുന്നത്. ധാരാളം യാത്രകളിലും ഹിജ്റകളിലും കൂടെ ചേർന്ന് യാത്രാനുഭവങ്ങളും അതുപോലെ തമാശകളും പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. ഈ ഒരു പുസ്തകം പ്രത്യക്ഷത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇതിലെ ഉള്ളടക്കവും ആശയവും വളരെ വ്യാസമായതാണ്.
ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് IPB എന്ന് പറയുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ആണ്. ഇതിന് ഏകദേശം മുഖവില വരുന്നത് 60 രൂപയാണ്. ഈ പുസ്തകം എല്ലാവരും പരമാവധി വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ജീവിതം നാം മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് നാം പഠിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.